ഒരു ഈച്ച മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന സിനിമയാണ്. 3D സിനിമയാണ്. വെക്കേഷന് പിള്ളേർക്കും കൂടെ നല്ല ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതിന്റെ ആദ്യത്തെ ഔട്ട്ലൈൻ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി നമ്മൾ മലയാളത്തിൽ അങ്ങനെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു ക്യൂരിയസ് ആയിരുന്നു എങ്ങനെ അച്ചീവ് ചെയ്തെടുക്കും. സീനുകളൊക്കെ കഥയൊക്കെ കേട്ടപ്പോഴായാലും ഇത് എങ്ങനെയായിരിക്കും സീൻ ഷൂട്ട് ചെയ്യാൻ പോവാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3D എന്നുള്ളതൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തുണ്ടായ ഒരു പ്ലാൻ. അല്ല, നമ്മൾ ഷൂട്ട് ചെയ്തതൊന്നും 3D-ലല്ല, കൺവേർട്ട് ചെയ്യുവാണ് 3D ഇട്ട്. അപ്പൊ അത് പോസ്റ്റില് എന്താ ഈച്ചേനെയൊക്കെ നമ്മള് 3D ചെയ്യുന്ന അനിമേറ്റ് ചെയ്യുന്നുള്ള VFX പരിപാടിയൊക്കെ ആയിട്ട് കുറച്ചും കൂടെ 3D ഇട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും ആ സെയിം ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പ്ലാൻ. അപ്പൊ അത് കൂടുതൽ എക്സൈറ്റിംഗ് ആയി. ഒരു 3D സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് ഭയങ്കര രസമുള്ള. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മള് സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു ചോദ്യമാണ്, മാത്യുവിന്റെ കോൺവെർസേഷൻ കൂടുതലും ഉണ്ടാവുന്നത് ഈച്ചയായിട്ടാണ് അല്ലെ? അങ്ങനെ എല്ലാവരുമായിട്ടും ഉണ്ടല്ലോ. അപ്പൊ ഇല്ലാത്ത ഒരാളോടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാ ഇത് ഷൂട്ട് ചെയ്യുക? അവിടെ ആരെങ്കിലും വന്ന് പകരം നിൽക്കുവോ? ഇല്ല, അങ്ങനെ നിക്കാൻ പറ്റില്ല. കാരണം അത് പിന്നെ ഇറേസ് ചെയ്ത് ഇരട്ടി പണിയോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആദ്യം. ബിക്കോസ് ആദ്യത്തെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിൽ എന്തെങ്കിലും ഒരു പോയിന്റ് അറ്റാച്ച് ചെയ്ത് അതിന് മൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരുന്നു ഒരു പ്ലാൻ. അപ്പൊ അതും അതിന്റെ ഷാഡോ വരും, അത് ഇറേസ് ചെയ്യണം, ഷാഡോ ഇറേസ് ചെയ്യണം. അപ്പൊ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ ആഷിക്കേട്ടൻ, ദിലീഷേട്ടൻ, നമ്മുടെ VFX-ഉം CGI ചെയ്ത അനീഷ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരുണ്ടാവും. പിന്നെ ഉണ്ണിച്ചേച്ചി ഉണ്ടാവും. ഉണ്ണിമായ ചേച്ചിയാണ് സൗണ്ട് ചെയ്തതാണ്. കാരണം ചുമ്മാ ആരെങ്കിലും ഡയലോഗ് വായിച്ചിട്ട് കാര്യമില്ല, കാരണം അത്രയും സീനുകളായോണ്ട്. ഉണ്ണിമായ ചേച്ചി വന്നിട്ട് ഒരു ആക്ടർ എങ്ങനെയാണോ ഒരു സീൻ ചെയ്യുന്നത് അതേ എഫേർട്ടും വർക്ക് കൊടുത്തിട്ട് തന്നെ ചേച്ചിയും വന്നിട്ട് സീൻ. കാരണം ആ മോഡുലേഷനിലായിരിക്കും. അപ്പൊ അതില് നമുക്ക് പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളെല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും തീരുമാനിക്കും ഈ ഡയലോഗ് പറയുമ്പോൾ ഈ ഇന്നൊരു മൂമെന്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും. ഈച്ച സ്റ്റഡി ആയിട്ടുള്ള ഒരു ജീവിയല്ല, എപ്പോഴും മൂവ്മെന്റില്ല. അത് ഇരിക്കുവാണെങ്കിൽ പോലും കുറച്ചു നേരെ ഇരിക്കുള്ളൂ ആ പോയിന്റിൽ. പിന്നെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. അതും കുറെ ദൂരമൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് എക്സൈറ്റിംഗ് ആയിരുന്നു. എക്സൈറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞ പോലെ ഒന്നുമില്ല. ഇപ്പൊ ആഷിക്കേട്ടൻ ഈച്ചയ്ക്ക് ഒരു ക്ലോസ് വെക്കാൻ പോകുമ്പോ അവിടെ ഒന്നും ഇല്ല. അപ്പൊ അല്ലെങ്കിൽ ഒരു ഫോക്കസ് കൊടുക്കുമ്പോഴായാലും ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റഫായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് അനുഷേട്ടൻ കാണിച്ചു തരുമായിരുന്നു. അപ്പൊ നമ്മള് ഹാപ്പി ആയിരുന്നു ഭയങ്കര. നമ്മളത് അച്ചീവ് ചെയ്തല്ലോ. ഇത്രയും ഡിഫിക്കൽട്ടീസും കൺസ്ട്രെയിൻസും ഉണ്ടായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തെടുത്തതിൽ ഭയങ്കര ഹാപ്പിയാണ്.